അടുത്തതായിട്ട് നമുക്ക് കേരള ചരിത്രത്തിലെ സാഹിത്യ സ്രോതസ്സുകളെക്കുറിച്ച് പരിചയപ്പെടാം. മലയാള ലിപി അച്ചടിച്ച ആദ്യ പുസ്തകം ഹോർത്തൂസ് മലബാറിക്കസ് ആണ്. എന്താണ് മലയാള ലിപി അച്ചടിച്ചത്? ഏത് ലിപിയാണ്? മലയാള ലിപി അച്ചടിച്ച ആദ്യ പുസ്തകമാണ്. ആദ്യ പുസ്തകം ഏതാണ്? ഹോർത്തൂസ് മലബാറിക്കസ്. അപ്പോൾ ഹോർത്തൂസ് മലബാറിക്കസ് അച്ചടിച്ച ലിപി മലയാള ലിപിയാണ്. കേരളത്തെക്കുറിച്ച് പരാമർശമുള്ള ഏറ്റവും പഴയ സംസ്കൃത കൃതിയാണ് ഐതരേയ ആരണ്യകം. കേരളത്തെക്കുറിച്ച് പരാമർശമുള്ള ഏറ്റവും പഴയ സംസ്കൃത കൃതി ഐതരേയ ആരണ്യകം. ആരണ്യകം എന്താണ്? ഏറ്റവും പഴയ സംസ്കൃത കൃതിയാണ്. എന്തിനെക്കുറിച്ച് പരാമർശമുള്ളത്? കേരളത്തെക്കുറിച്ച് പരാമർശമുള്ള സംസ്കൃത കൃതിയാണ്. ഏറ്റവും പഴയ സംസ്കൃത കൃതിയാണ്. കേരളത്തെക്കുറിച്ച് പരാമർശമുള്ള കാളിദാസ കൃതിയാണ് രഘുവംശം. എന്താണ്? കാളിദാസ കൃതി എന്തിനെക്കുറിച്ച് പരാമർശമുള്ള? കേരളത്തെക്കുറിച്ച് പരാമർശമുള്ള. നമ്മൾ എന്തിനെക്കുറിച്ചാണ് പഠിക്കുന്നത്? കേരള ചരിത്രത്തിലെ സാഹിത്യ സ്രോതസ്സുകളെക്കുറിച്ചാണ് പഠിക്കുന്നത്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ ഒന്ന് നോക്കിക്കേ. കേരളത്തെക്കുറിച്ച് പരാമർശമുള്ള കാളിദാസ കൃതിയാണ് രഘുവംശം. രഘുവംശം എന്തിനെക്കുറിച്ച് ബന്ധപ്പെട്ടിരുന്നു? കേരളത്തെക്കുറിച്ച് പരാമർശമുള്ള എന്താണ്? കാളിദാസ കൃതിയാണ്. കേരളത്തെക്കുറിച്ച് സൂചിപ്പിക്കുന്ന അശോക ചക്രവർത്തിയുടെ ശിലാശാസനങ്ങളാണ് 2:13. കേരളത്തെക്കുറിച്ച് സൂചിപ്പിക്കുന്ന അശോക ചക്രവർത്തിയുടെ ശിലാശാസനങ്ങൾ ഏതൊക്കെയാണ്? 2:13. അത് എന്തിനെക്കുറിച്ചാണ് സൂചിപ്പിക്കുന്നത്? കേരളത്തെക്കുറിച്ചാണ് സൂചിപ്പിക്കുന്നത്. ശിലാശാസനങ്ങൾ ആരുടെയാണ്? അശോക ചക്രവർത്തിയുടെ അല്ലേ? കേരളത്തെക്കുറിച്ച് സൂചിപ്പിക്കുന്ന അശോക ചക്രവർത്തിയുടെ ശിലാശാസനങ്ങളാണ് 2:13. അടുത്ത ക്വസ്റ്റ്യൻ. മലയാള ഭാഷാ ചരിത്രത്തിലെ ഏറ്റവും പഴക്കം ചെന്ന കൃതിയാണ് രാമചരിതം. ഏറ്റവും പഴക്കം ചെന്ന കൃതിയാണ് രാമചരിതം. എന്തിൻ്റെ? മലയാള ഭാഷാചരിത്രത്തിൽ മലയാളത്തിൻ്റെ കേരളത്തിലെ ഭാഷ ഏതാണ്? മലയാളമാണ്. മലയാള ഭാഷാചരിത്രത്തിലെ ഏറ്റവും പഴക്കം ചെന്ന കൃതിയാണ് ഏത്? രാമചരിതം. രാമചരിതം എഴുതിയതാരാണ്? ചീരാമനാണ് രാമചരിതം എഴുതിയത്. അതിൽ കൂടി പഠിക്കേണ്ട ഒരു ക്വസ്റ്റ്യൻ തന്നെയാണ്. രാമചരിതം എഴുതിയതാരാണ്? ചീരാമനാണ്. അപ്പോൾ ചീരാമൻ എഴുതിയ രാമചരിതം മലയാള ഭാഷാ ചരിത്രത്തിലെ എന്താണ്? ഏറ്റവും പഴക്കം ചെന്ന കൃതിയാണ്. അടുത്ത ക്വസ്റ്റ്യൻ. കേരളപ്പഴമ എന്ന ഗ്രന്ഥത്തിൻ്റെ കർത്താവാണ് ഹെർമൻ ഗുണ്ടർട്ട്. കേരളപ്പഴമ എന്ന ഗ്രന്ഥത്തിൻ്റെ കർത്താവ് ഹെർമൻ ഗുണ്ടർട്ടാണ്. കേരളപ്പഴമ എന്ന ഗ്രന്ഥത്തിൻ്റെ കർത്താവ്. ആദ്യ മലയാളം ഇംഗ്ലീഷ് നിഘണ്ടു തയ്യാറാക്കിയതും ഹെർമൻ ഗുണ്ടർട്ടാണ്. എന്താണ്? ആദ്യ മലയാളം ഇംഗ്ലീഷ് നിഘണ്ടു തയ്യാറാക്കിയതും ഹെർമൻ ഗുണ്ടർട്ടാണ്. മലയാളം ഇംഗ്ലീഷ് നിഘണ്ടു തയ്യാറാക്കിയതും ഹെർമൻ ഗുണ്ടർട്ടാണ്. കേരളപ്പഴമ എന്ന ഗ്രന്ഥത്തിൻ്റെ കർത്താവും ആര് തന്നെയാണ്? ഹെർമൻ ഗുണ്ടർട്ടാണ്. അടുത്തതായിട്ട് ആദ്യ ഇംഗ്ലീഷ് മലയാളം നിഘണ്ടു തയ്യാറാക്കിയത് ബെഞ്ചമിൻ ബെയ്ലിയാണ്. ആദ്യ ഇംഗ്ലീഷ് മലയാളം നിഘണ്ടു തയ്യാറാക്കിയത് ബെഞ്ചമിൻ ബെയ്ലിയാണ്. ആദ്യ മലയാളം ഇംഗ്ലീഷ് നിഘണ്ടു തയ്യാറാക്കിയത് മലയാളം ഇംഗ്ലീഷ് അതാണ് ആദ്യം നമ്മൾ പഠിച്ചത്. ഹെർമൻ ഗുണ്ടർട്ടാണ് മലയാളം ഇംഗ്ലീഷ് നിഘണ്ടു തയ്യാറാക്കിയത്. ആദ്യത്തെ ഇംഗ്ലീഷ് മലയാളം നിഘണ്ടു തയ്യാറാക്കിയത് ബെഞ്ചമിൻ ബെയ്ലിയാണ്.